എപ്പോഴാണ് രോഗി നോമ്പ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. രോഗിക്ക് നോമ്പ് ഒഴിവാക്കാം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഏത് തരം രോഗമാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ ആളുകൾക്ക് അബദ്ധം വരും. ഇവിടെ നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകളെ കുറിച്ച് ആദ്യം പറയാം. നിർബന്ധമായും ഒഴിവാക്കേണ്ട ആളുകൾ ആരാണെന്ന് വെച്ചാൽ, അവർ ആ രോഗം കൊണ്ട് നോമ്പെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില പേഷ്യൻസ് ഉണ്ടാകും. അതായത് അങ്ങനെ അത്യാസന്ന നിലയിൽ കിടക്കുന്നവരായിരിക്കും. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഈ ആളുകൾ ഈ രോഗം കൊണ്ട് നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഒരിക്കലും ഒരാളും പറയരുത് അതൊന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നോമ്പുകാരനായി റമദാനിൽ തന്നെ മരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്ന തീരുമാനമല്ല. അങ്ങനെ ഒരാൾ ചില ആളുകൾ അങ്ങനെ തിരിക്കും, അങ്ങനെ വൈകാരികമായിട്ടൊക്കെ പറയും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നോമ്പെടുത്തോളൂ. ഡോക്ടർ പറയും ഇല്ല, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സിറിഞ്ച് എടുത്തേ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ കൃത്യമായി ഇവിടെ 3 നേരം മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ വളരെ അപകടമാണെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല, എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ തവക്കുലാക്കുകയാണ് എന്ന് പറഞ്ഞാൽ തവക്കുലല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായ ഹലാലായ സബബുകൾ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മുടെ കൽബിനെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ സബബുകളെ ബന്ധിപ്പിക്കാതെ അള്ളാഹുവിനെ കൽബ് ബന്ധിപ്പിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന് പറയുന്നത്. അതല്ലാത്ത തവക്കുലല്ല. അങ്ങനെ ഒരു മരുന്ന് എടുക്കാതിരുന്നത് തവക്കുലല്ല. അപ്പോൾ നിർബന്ധമായും അയാൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരാൾ ആ നോമ്പ് ഒഴിവാക്കാതെ നോമ്പ് ഒഴിവാക്കാതെ അയാൾ മരുന്നൊന്നും കഴിക്കാതെ നിൽക്കുകയാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ കൊല്ലാൻ പാടില്ല, വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക, നിങ്ങൾ സ്വന്തത്തെ നാശത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരു രോഗം ഉണ്ടായാൽ നിർബന്ധമായും നോമ്പ് ഒഴിവാക്കണം. ആ നോമ്പ് എടുക്കുക എന്നുള്ളത് നിഷിദ്ധമാവും. നിങ്ങൾ സ്വന്തത്തെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് നോമ്പ് എടുക്കുക എന്നുള്ളത് നിഷിദ്ധമായി തീരും. രണ്ടാമത്തേത്, ഒരു വിഭാഗം അയാൾക്ക് മരണമൊന്നുമില്ല, പക്ഷെ വളരെയധികം മശക്കത്ത് പ്രയാസം ഉണ്ടാവും, രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള രോഗം അത് ഒരുപാട് ശിഫയാകുന്ന വൈകാനൊക്കെ സാധ്യതയുണ്ട്. അവർ നോമ്പ് നിർബന്ധമായും ഉപേക്ഷിക്കേണ്ടതാണ്. മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതിയാകുന്നതാണ്. മൂന്നാമത്തെ വിഭാഗം, ഇവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുന്നതും നോമ്പ് എടുക്കുന്നതും ഒരേപോലെയാണ്. അതായത് അങ്ങനത്തെ ഒരു രോഗം അങ്ങനെ എടുത്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഒരു പനി, ആ പനിയുണ്ട്, അയാൾ നോമ്പ് എടുത്തെന്ന് വിചാരിച്ചിട്ട് ആ പനിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു പനിയേ ഉള്ളൂ, ശക്തമായ പനിയൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യം അവിടെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അയാൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഉദർ എടുക്കുകയാണ് വേണ്ടത്, റുഖ്സ എടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു രണ്ടും ഒരേപോലെയാണ് എങ്കിൽ അവൻ ഏറ്റവും അഭികാമ്യമായത് ഏതാണെന്ന് എടുക്കുക എന്ന് വെച്ചാൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് കളാ വീട്ടിലൊക്കെ അവന് വലിയൊരു ചടങ്ങ് പോലെ ആയിരിക്കും, പെട്ടെന്നൊന്നും എടുത്ത് തീർക്കൂല. അങ്ങനെ ആൾക്കാരുണ്ട്, 5-6 നോമ്പായിരിക്കും, പക്ഷേ അത് എടുത്ത് തീർക്കുകയേ ചെയ്യില്ല, അങ്ങനെ വൈകിപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പിന്നീട് ഒറ്റക്കെടുക്കൽ പ്രയാസമാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ചെറിയ പ്രയാസം മാറ്റി വെച്ചിട്ട് അപ്പം തന്നെ നോമ്പെടുക്കലേക്ക് നൽകും. കാരണം വലിയ ഉപദ്രവം ഇല്ലാത്തൊരു ഒരേപോലെയാണ്, എടുക്കുന്നത് എടുക്കാത്തത് ഒരേപോലെയാണ്, അല്ലാതെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ആ മാസത്തിൽ തന്നെ നോമ്പെടുക്കലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റു പല കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ തന്നെ നോമ്പെടുക്കാം, അങ്ങനെ ഒരുപാട് ഹൈറുകളൊക്കെ പറയുന്നുണ്ട്. ഇനിയുള്ള രോഗം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള രോഗമാണ്. രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗത്തിൻ്റെ ഒരു ഡെഫിനിഷനിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റും. ഒരു ജലദോഷം ഇരിക്കും, അല്ലെങ്കിൽ നടുവേദന ഇരിക്കും, മുട്ടുവേദന ഇരിക്കും, ഒക്കെ രോഗം തന്നെയാണല്ലോ. പക്ഷേ നോമ്പിൽ ഒരു നിലക്കും ബാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കരുത്. കാരണം രോഗം അത് നോമ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള രോഗമാവണം. അല്ലാതെ ഒരാൾക്ക് നടുവേദന ഉണ്ട്, കാലുവേദന ഉണ്ട്, അല്ലെങ്കിൽ കൈകടച്ചലുണ്ട്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. രോഗം നോമ്പിനെ ബാധിക്കുന്നതായിരിക്കണം, അപ്പോഴാണ് ഒഴിവാക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത ചോദ്യം, ഒഴിവാക്കിയ നോമ്പ് പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം ആ നോമ്പ് നോറ്റ് വിട്ടുക എന്നുള്ളതാണ്. അതിന് പകരം എന്തെങ്കിലും ഫിദിയ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അതിന് പകരം ഫിദിയ കൊടുത്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? തീർച്ചയായും മറ്റൊരു ദിവസം നോമ്പ് എടുക്കണം. എന്നാൽ നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ, ഒരുപാട് ആളുകൾ ചോദിച്ചതുപോലെ, ചില രോഗം എന്തായിരിക്കും, അത് നിത്യരോഗമായിരിക്കും, അത് മാറാൻ ലാ യുർജ ബുർഉഹു, അത് ഷിഫയാകാൻ അയാൾ എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷ വെക്കുന്നില്ല. അങ്ങനെ രോഗി ഉണ്ടാകാം, അങ്ങനെ ഒരു സ്ഥിരമായി കഴിക്കേണ്ട മരുന്ന്, അല്ലെങ്കിൽ അതിനൊരു ആ രോഗത്തൊന്നും മാറാനൊരു സാധ്യത ഇല്ല, അതങ്ങനെ തുടർന്ന് പോവുകയുള്ളൂ, മരുന്ന് കഴിച്ച് അങ്ങനെ പോവുക, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ ഉണ്ടാവില്ല, മറ്റൊരു ദിവസത്തിൽ നോമ്പ് എടുക്കുക എന്ന് പറയുന്നുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളമാണ് അവർക്ക് എന്ത് ചെയ്താൽ മതി, ഫിദിയ കൊടുത്താൽ മതി. അവർക്ക് ഫിദിയ ഒരു നോമ്പിന് 1.5 കിലോ അരി എന്നുള്ള നിലക്ക് അവരത് കൊടുത്താൽ മതി. അതല്ലാതെ അവർക്ക് എന്ത് ചെയ്യില്ല, മറ്റൊരു ദിവസം നോമ്പ് എടുക്കാൻ കഴിയില്ല. എന്നാൽ അതിൽ മറ്റൊരു ദിവസം നോമ്പ് എടുക്കാൻ പറ്റുന്ന ആൾ നോമ്പ് തന്നെ എടുക്കണം. അവിടെ കളാ വിട്ടിട്ടൊരു കാര്യമില്ല, അവിടെ ഫിദിയ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ഒരു പനി കാരണത്താൽ, അതല്ല മറ്റേ ഓപ്പറേഷൻ കാരണത്താൽ ഒരു റമദാനിൽ അയാൾക്ക് നോമ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല, അയാളത് കളാ തന്നെ വിട്ടണം. എപ്പോഴാണോ സാധിക്കുന്നത് അത് മതി. അത് റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ വേണമെന്നില്ല, എപ്പോഴാണോ അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റുന്നത് അടുത്ത റമദാനിന് മുന്നേ ആയിട്ട് ആ നോമ്പുകൾ എടുത്ത് തീർത്താൽ മാത്രം മതി. അയാൾക്ക് അതിന് പകരം വേറെ കഫാറത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക.